إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله مؤمنين നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പ്രമുഖനായ സഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യാ മുആദു വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക മുആദേ, അല്ലാഹുവാണ് സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അല്ലാഹുവാണ് സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 2 പ്രാവശ്യം പറഞ്ഞു. അതിന്റെ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീക യാ മുആദ്, വളരെ പ്രധാനപ്പെട്ട ഒരു നസീഹത്ത്, ഒരു ഉപദേശം ഞാൻ നിനക്ക് നൽകുകയാണ്. ലാ തദറന്ന ഖുൽ, എല്ലാ നിസ്കാരത്തിന്റെയും ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും ആ നിസ്കാരത്തിന്റെ ശേഷം ഒരിക്കലും പറയാൻ നീ ഒഴിവാക്കരുതേ, പറയാതെ വിട്ടുപോകരുതേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, ഈ പറയുന്ന ദുആ ഒരിക്കലും നിനക്ക് നഷ്ടപ്പെടരുതേ. ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്തായ നിസ്കാരമാണെങ്കിലും അതിന്റെ അവസാനത്തിൽ ദുബർ എന്ന് പറയുന്ന വാക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപയോഗിച്ചത്. അല്ലാഹുവേ, നിന്നെ ഓർമ്മിക്കാൻ, നിന്നെ വിസ്മരിക്കാതിരിക്കാൻ, നിന്നെ മറന്ന് ജീവിക്കാതിരിക്കാൻ എന്റെ നാവിൽ കൂടെയും എന്റെ ഹൃദയത്തിലും എന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ കൂടെ നിന്നെക്കുറിച്ചുള്ള സദാസമയത്തുമുള്ള ഓർമ്മ എനിക്കുണ്ടാവാൻ, അങ്ങനത്തെ ആ ഓർമ്മയിലും ശ്രദ്ധയിലും ജീവിക്കാൻ നീ എന്നെ സഹായിക്കണമെന്നാണ്. രണ്ടാമതായി കൊണ്ട് പറഞ്ഞത്, അല്ലാഹുവേ, നീ എനിക്ക് ചെയ്തു തന്ന ദീനിലും ദുനിയാവിലുമുള്ള നിഅമത്തുകൾ ഏതാണെങ്കിലും അതിന് നന്ദിയുള്ള അടിമയായി മുന്നോട്ട് പോകാൻ നീ എനിക്ക് സഹായിക്കണമെന്നാണ്. മൂന്നാമത് പറഞ്ഞത് വഹുസ്നി ഇബാദതിക, എന്നിൽ നിന്നുണ്ടാകുന്ന ഇബാദത്ത് നല്ലതായിരിക്കാൻ നീ എന്നെ സഹായിക്കണമെന്ന്. ഒരുപാട് കടന്നു മറിയുക എന്നുള്ളതല്ല, ഒരുപാട് ഇബാദത്തിന്റെ രൂപത്തിൽ അടിമയിൽ നിന്നുണ്ടായി നാം കഷ്ടപ്പെടുക എന്നുള്ളതല്ല അല്ലാഹു നമ്മോട് കൽപ്പിച്ചത്. ചെയ്യുന്നത് നല്ലതായിരിക്കണം എന്നുള്ളതാണ്. ഈ മഹത്തായ 3 കാര്യങ്ങളും എന്നിൽ നിന്നുണ്ടാവാൻ അല്ലാഹുവേ, നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്, നീ എന്നെ സഹായിക്കണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അവന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് എതിർപ്പുകളും ഒരുപാട് വിമർശനങ്ങളും തടസ്സവാദങ്ങളുമുണ്ട്. അതിൽ ഈ വ്യക്തിക്ക് അത് ഭംഗിയായി നിർവഹിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ സഹായം ഉണ്ടായേ മതിയാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം സൂറത്തുൽ ഫാത്തിഹയിൽ കൂടെ നമ്മെ ഉണർത്തുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അവന്റെ നിയമങ്ങൾ പാലിച്ചൊരു വ്യക്തിക്ക് ഈ ലോകത്ത് ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലാഹുവിന്റെ സഹായമില്ലാതെ സാധ്യമല്ല തന്നെ. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ തേടുന്നു. അത് ഒരു മനുഷ്യൻ നിർബന്ധമായ ഒരു ദിവസം 17 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കണം. സുന്നത്തായ നിസ്കാരങ്ങൾ വേറെയാണ്. ഇതുപോലത്തെ ദുആകൾ മറ്റ് സമയങ്ങളിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് എത്രത്തോളം അത്യാവശ്യക്കാരനാണ് എന്നുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ പ്രയാസമാണ്, നടക്കൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ, എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ
വളരെ ലളിതമായി നിർവഹിക്കാൻ കഴിയും. നമുക്ക് ഇസ്സത്തോടെ അള്ളാഹുവിന്റെ ദീനുമായി മുന്നോട്ട് പോകാൻ കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരുപാട് ചിന്തിച്ചു നോക്കി ഒരു മനുഷ്യന് ഏറ്റവും ദുആ ഏതാണ് എന്നുള്ളത്. അങ്ങനെ എനിക്ക് മനസ്സിലായത്, ഖുർആനും സുന്നത്തും അത് പാരായണം ചെയ്ത് പരിശോധിച്ചു നോക്കുമ്പോ എനിക്ക് മനസ്സിലായത്, ഒരു അടിമ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ സഹായത്തെ തേടുക എന്നുള്ളതാണ് ഏറ്റവും ഒരു അടിമയെ സംബന്ധിച്ച് ഉപകാരപ്രദമായ ദുആ എന്നുള്ളത്. അള്ളാഹുവിന്റെ മർലാത്ത്, അവന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ അള്ളാഹുവിനോട് നിരന്തരം സഹായത്തെ തേടും. ദീനിലും ദുനിയാവിലും ആ വ്യക്തി വിജയിക്കും. അവന് മുന്നോട്ട് പോകാനും നേടിയെടുക്കാനും കഴിയും. ഈ ദുആ എവിടെയാണ് നമ്മൾ നിസ്കാരത്തിൽ പറയേണ്ടത്? പ്രവാചകൻ പറഞ്ഞത് ദുബ്റ കുല്ലി സ്വലാ, എല്ലാ നിസ്കാരത്തിന്റെയും അവസാനത്തിൽ എന്ന്. എവിടെയാണത് പറയേണ്ടത്? അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക എന്നുള്ളത് സലാം വീട്ടുന്നതിന്റെ മുമ്പാണോ പറയേണ്ടത്, സലാം വീട്ടിയതിന്റെ ശേഷമാണോ പറയേണ്ടത്? ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് വളരെ വ്യക്തമായ കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞു. അത് പറയേണ്ടത് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ്. ഒരു മനുഷ്യൻ നിസ്കാരത്തില് അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹുമായുള്ള അഭിമുഖ സംഭാഷണത്തിലാണ്, അള്ളാഹുമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ആ നിസ്കാരത്തിന്റെ ഉള്ളിൽ വെച്ച് സലാം വീട്ടുന്നതിന്റെ മുമ്പായിരിക്കണം അത് പറയേണ്ടത്. അത് പറയേണ്ടത് അങ്ങനെയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ നിസ്കാരം പഠിപ്പിച്ചുകൊണ്ടൊരു ഹദീസ് പറഞ്ഞു. അതിൽ അവസാനത്തെ അത്തഹിയാത്ത് തശഹുദ് പറഞ്ഞു, പ്രവാചകന്റെ മേലുള്ള സലാത്ത് പറഞ്ഞു. അങ്ങനെ അവസാന സമയത്ത് നരകത്തിൽ നിന്നും ഖബറിലുള്ള ഫിത്നയിൽ നിന്നും ദുനിയാവിലും ആഖിറത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ദജ്ജാലിന്റെ ഫിത്നയിൽ കാവലിന് തേടുന്ന 4 കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അതിന്റെ ശേഷം പ്രവാചകൻ പറഞ്ഞു, സുമ്മൽ യതഖയ്യർ മിനദ് ദുആഇ മാ അഅജബ ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യങ്ങൾ ചെയ്തതിന്റെ ശേഷം സലാം വീട്ടുന്നതിന്റെ മുമ്പ് ദീനിലും ദുനിയാവിലും അവൻ ഉപകാരപ്രദമായ പ്രവാചകനിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട ദുആകൾ അവൻ നിർവഹിച്ചോട്ടെ. അപ്പൊ ഈ പറയുന്ന അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക എന്ന് പറയുന്നത് ദുആയാണ്. അതിന്റെ സമയം സലാം വീട്ടുന്നതിന്റെ മുമ്പാണ്. എന്നാൽ അദ്കാറുകളുണ്ട്, നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞതിന്റെ ശേഷമുള്ള ദിക്റുകളുണ്ട്. ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസും അവ്വിദതൈനിയുമുണ്ട്. അതേപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ അൻതസ് സലാം മിൻകസ് സലാം പോലത്തെ അദ്കാറുകൾ അത് പറയേണ്ടത് സലാം വീട്ടിയതിന്റെ ശേഷവുമാണ്. ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ഖുറാഫികളായ ആളുകൾ ഇമാമും മുഅ്മിനുകളും കൂടിയിരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നത് കാണാം സലാം വീട്ടിയതിന്റെ ശേഷം. സുന്നത്തിന് വിരുദ്ധമാണ് ആ കാര്യം. അവരെ കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുന്ന ചില സഹോദരങ്ങൾ ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തർ കൈയും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നത് കാണാം നിസ്കാരത്തിന് സലാം വീട്ടിയതിന്റെ ശേഷം. അതും സുന്നത്തിന് വിരുദ്ധമാണ്, അതും സുന്നത്തിന് എതിരാണ്. പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിക്കാതെ ദീനിന് എതിരായി ചെയ്യുന്ന ആളുകളെ എതിർക്കാൻ പോയാൽ ഈ പറയുന്ന വ്യക്തിയും അറിയാതെ അവൻ തെറ്റായ സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെന്നു ചാടും. പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ദിക്റുകൾ പറയാതെ പല പള്ളികളിലും തൗഹീദിന്റെ പള്ളികളാണ് എന്ന് പറയുന്ന പള്ളികളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാം സലാം വീട്ടിയതിനു ശേഷം ചില ആളുകൾ ഒറ്റക്കൊറ്റക്കിരുന്ന് കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു. അതും സുന്നത്തിന് എതിരാണ്. നിസ്കാരിപ്പിക്കപ്പെട്ട ദുആകൾ മുഴുവനും സലാം വീട്ടുന്നതിന്റെ മുമ്പും അദ്കാറുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ സലാം വീട്ടിയതിന്റെ ശേഷവും അങ്ങനെയാണ്. ഖുർആനും സുന്നത്തും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും ഫഇദാ ഖളയ്തുമുസ് സ്വലാത്ത ഫദ്കുറുല്ലാഹ്, അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദിക്റിലേക്ക് പോകുക എന്നുള്ളത് പ്രവാചകൻ അതിന്റെ ശേഷം പഠിപ്പിച്ചതും അല്ലാത്തതുമായ. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഈ പറയുന്ന നസീഹത്തിൽ കൂടെ പഠിപ്പിച്ച ആദ്യം പറഞ്ഞത് ദിക്റുല്ലാഹിയാണ്. ദിക്റുല്ലാഹി അത് 2 ഇനമായി ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നാവ് കൊണ്ടുള്ള ദിക്റുകൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണത്. ആ പറയുന്ന ദിക്റുകൾ തന്നെ ഓരോരോ സാഹചര്യങ്ങളിൽ പറയേണ്ടുന്ന ദിക്റുകളുണ്ട്. ഉറങ്ങാൻ പോകുമ്പോ, ഉറക്കിൽ നിന്ന് ഉണരുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, അതിൽ നിന്ന് അവസാനിക്കുമ്പോ, പള്ളിയിൽ പ്രവേശിക്കുമ്പോ, അതിൽ നിന്ന് പുറത്തു പോകുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ, വീട്ടിലേക്ക് പ്രവേശിക്കും. ഓരോ സാഹചര്യങ്ങളിലും അള്ളാഹുവിന്റെ റസൂല് മുഅ്മിനായ ആളുകൾക്ക് പൈശാചികമായ മനുഷ്യ ജിന്നുകളായ പിശാചികളുടെ ഷർറുകളിൽ സംരക്ഷണ കവചം എന്ന നിലക്ക് ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശരിക്ക് കൃത്യമായി പഠിച്ച് അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ തയ്യാറാവണം. രാവിലെയും വൈകുന്നേരം അദ്കാറുസ് സബാഹി വൽ മസാ, ഒരു സദസ്സിൽ ഇരുന്ന് അവിടുന്ന് എണീറ്റ് പോകുന്നതിന് മുമ്പുള്ള ദിക്റുകളുണ്ട്. ഇതൊക്കെ ഒരാൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ
ഇന്ന് പല ആളുകളും മാനസികമായ സംഘർഷങ്ങളും മാനസികമായ ഒരുപാട് പ്രയാസങ്ങളും നേരിടുന്ന ആളുകൾക്ക് അതിന് പരിഹാരമായി തീരും ഈ പറയുന്ന ദിക്റുകൾ. മനുഷ്യ ജിന്നുകളായ പിശാചുകളുടെ ഉപദ്രവത്തിൽ നിന്ന് മോചനമാകും. മുഅ്മിനായ ഒരു മനുഷ്യന് അതിശക്തമായ ഒരു കവചമായിരിക്കും ഇത്. ഒരു പരിചയാണ് ഈ ദിക്റുകൾ. അങ്ങനത്തെ ദിക്റുകളുണ്ട്. അതല്ലാത്ത സദാസമയവും ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്ർ പറഞ്ഞുകൊണ്ട് നിന്റെ നാവ് എപ്പോഴും അതിന്റെ ആ ഒരു നനവ് നിന്റെ നാവിലുണ്ടായിരിക്കണം. ഇവനെ മറന്നു ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകരുതേ. നസുല്ലാഹ ഫനസിയഹും, അള്ളാഹുവിനെ മറന്ന് ഈ ലോകത്ത് ജീവിച്ചാൽ അള്ളാഹു നമ്മയും വിസ്മരിക്കും. അവൻ നമ്മളെ ഒഴിവാക്കി തള്ളും, മറന്നുകളയും. അള്ളാഹു മറന്നുകളയും എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വീകരിക്കാനോ പരിഗണിക്കാനോ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തന്ന് നമുക്ക് വേണ്ടത് ചെയ്തു തരാനോ അള്ളാഹു തയ്യാറാവുകയില്ല. അവസാനം അള്ളാഹുവിനെ മറന്ന് ഈ ലോകത്ത് ജീവിച്ച വ്യക്തി അതികഠിനമായ നരകശിക്ഷയിൽ ആരോരുമില്ലാതെ ഒരു സഹായവും ഒരു രക്ഷയുമില്ലാതെ അവിടെ അകപ്പെട്ടു പോകും, ഒറ്റപ്പെട്ടു പോകും, തകർന്ന് തരിപ്പണമായി പോകും. ഒരിക്കലും നാം അള്ളാഹുവിനെ മറക്കുന്ന ആളുകളാവരുതേ. നിരന്തരം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള പറയൽ നമ്മുടെ നാവുകളിൽ ഉണ്ടാകണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. പല ജാതി വിഭിന്നമായ അദ്കാറുകൾ, അതിന്റെ വാക്കുകളുണ്ട്. ഇസ്തിഗ്ഫാറുണ്ട്, പ്രവാചകന്റെ മേലുള്ള സലാത്തുകളുണ്ട്. ഈ പറയുന്നത് അദ്കാറുകൾ, ഖുർആൻ പാരായണം ചെയ്യലുണ്ട്, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കലുണ്ട്, അതേപോലെ തന്നെ ചീത്ത കാര്യങ്ങൾ വിരോധിക്കലുണ്ട്, ഇൽമ് പഠിപ്പിക്കലുണ്ട്, അത് പാരായണം ചെയ്ത് പഠിക്കലുണ്ട്. ഇതൊക്കെ അദ്കാറുകളിൽ പെട്ടതാണ്. അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ നാം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ബോധവും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തയും തോന്നലുകളും, ഇതൊക്കെ അദ്കാറുൽ ഖൽബ്, ഹൃദയത്തിന്റെ ദിക്റുകളിൽ പെട്ടതാണ്. നമ്മുടെ ശരീരം കൊണ്ട് നാം നിർവഹിക്കുന്ന സകല ഇബാദത്തുകളും അത് അള്ളാഹുവിന്റെ ദിക്റിൽ പെട്ടതാണ്. വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നോടുള്ള ആ ഓർമ്മ പുതുക്കാൻ നിസ്കാരം നിലനിർത്തൂ എന്ന് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് നമുക്ക് ഓർമ്മയുണ്ടാകും. നിസ്കാരം ദിക്റാൻ, നോമ്പ് ദിക്റാൻ, ദാനധർമ്മം അത് ദിക്റാൻ. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഇവിടെ പറഞ്ഞത് ഈ ദിക്റുല്ലാഹി നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും നല്ലത് കേൾക്കുന്നത് നമ്മുടെ ചെവിയുടെ ദിക്റാൻ, നല്ലത് കാണുന്നത് ഖുർആനിലേക്ക് നോക്കുന്നത് അത് നമ്മുടെ കണ്ണിന്റെ ദിക്റാൻ. അങ്ങനെ ഈ പറയുന്ന സ്മരണ അത് നിലനിർത്താൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം മഹാനായ ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യം. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ദിക്ർ നിരന്തരം ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകും, മാനസികമായ സംഘർഷം അതൊഴിഞ്ഞു പോകും. മനസ്സിന് എപ്പോ നോക്കിയാലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, സമ്പത്തുണ്ടാകും, അധികാരമുണ്ടാകും, മറ്റുള്ള ഒരുപാട് ഭൗതികമായ വിഭവങ്ങൾ ഉണ്ടാകും. മനസ്സിനൊരു സുഖമില്ല, ഒരു സമാധാനമില്ല. മാനസിക രോഗത്തിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ട ഗതികേടുകൾ അതിൽ നിന്ന് മാറിക്കിട്ടും. പൈശാചികമായ ചിന്താഗതികളും കാര്യങ്ങളും മാറ്റിവെച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ചിന്തയിലും അള്ളാഹുവിന്റെ സ്മരണയിലും ഒരാൾ ജീവിക്കുമ്പോ അവൻ അറിയാത്ത, അവൻ അതുവരെ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ അവന്റെ ജീവിതത്തിൽ അനുഭവപ്പെടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഓർമ്മയും സ്മരണയും അതുണ്ടാകുന്നതിനനുസരിച്ചാണ്, അത് കൂടുന്നതിനനുസരിച്ചാണ് മനുഷ്യ മനസ്സുകൾക്ക് അടക്കവും ഒതുക്കവും സമാധാനവും ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന മസലുല്ലദി യദ്കുറു റബ്ബഹു, അല്ലാഹുവിനെ ഓർമ്മിക്കുന്നവന്റെയും വല്ലദീ ലാ യദ്കുറു റബ്ബഹു, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ബോധവും ഇല്ലാതെ അശ്രദ്ധനായി നടക്കുന്നവന്റെയും ഉപമ കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവനുള്ളവന്റെയും മരണപ്പെട്ടു പോയ മയ്യത്തിനെ പോലെയുമാണ്. ഈ നിലക്കുള്ള അന്തരമാണ്. അള്ളാഹുവിനെ ഓർമ്മയുള്ള മനുഷ്യൻ ജീവനുള്ള ഒരു വ്യക്തിയെ പോലത്തെ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയും ബോധവും ഇല്ലാത്തവൻ മരിച്ചു കിടക്കുന്നൊരു മയ്യത്തിന് തുല്യമാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. ത്തിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞത് വശുക്രിക എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. മറ്റ് പല ആളുകളെയും അപേക്ഷിച്ച് നോക്കുമ്പോ എത്രയോ വലിയ നിഅമത്തുകളിലാണ് നമ്മളുള്ളത്.
അള്ളാഹുവിനെ കുറിച്ച് മാത്രം അവനെ മാത്രം ആരാധിക്കണം, അവന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കണം എന്ന് അത് ഉപദേശിക്കുന്ന, അത് കേൾക്കാൻ പറ്റുന്ന ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി എന്ന് പറയുന്നത് തന്നെ ദീനിലുള്ള അപാരമായൊരു നിയമത്താണ്. എത്രയോ പള്ളികളും സ്ഥാപനങ്ങളുമുണ്ട്, എത്രയോ വ്യക്തികളുണ്ട് സമൂഹത്തിൽ. പല ആളുകളും അള്ളാഹു അല്ലാത്ത ശിർക്കിലേക്കും അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ജനങ്ങളെ വിളിച്ചു കൊണ്ടുപോകുമ്പോ, അതിനുവേണ്ടി ഓടി നടക്കുമ്പോ, അതിനുള്ള സമ്പത്തൊക്കെ ചെലവാക്കുമ്പോ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാഹുവിന്റെ കൂടെ വേറെ ഒരു മഖ്ലൂഖിനെയും ഒരു സൃഷ്ടിയെയും, അള്ളാഹുവിന്റെ റസൂലിനെയോ പ്രവാചകന്മാരെയോ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മുഖറബായ മലക്കിനെയോ മറ്റുള്ള മലക്കുകളെയോ വിളിക്കരുതേ. പിന്നെയല്ലേ സാധാരണക്കാരായ ആളുകൾ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഇത് കേൾക്കാൻ പറ്റുന്ന ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ കഴിയാ എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം എന്ന് അത് കേൾക്കുന്ന ഒരു ഉപദേശം നമ്മുടെ ചെവിയിൽ കൂടെ അത് കേൾക്കാൻ കഴിയാ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ചെയ്ത അപാരമായ നിയമത്താണ്. അതില്ലാത്ത, അത് ലഭിക്കാത്ത ആളുകളെ കൊള്ള നോക്കുമ്പോഴേ കിട്ടിയ നിയമത്തിന്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതേപോലെ ദുന്യവിയായ ഒരുപാട് നിയമത്തുകളുണ്ട് സഹോദരങ്ങളെ. നമുക്ക് ആരോഗ്യമില്ലേ, നമുക്ക് അംഗവൈകല്യമില്ലാത്തവരല്ലേ നമുക്ക് നേരത്തിന് ഭക്ഷണം കഴിക്കാനില്ലേ, വസ്ത്രമില്ലേ, വീടുകളില്ലേ, സ്വസ്ഥമായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ? ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആളുകളുടെ കണ്ണീരും കയ്യും നിങ്ങൾ കാണുന്നില്ലേ? ഇത് അള്ളാഹുവിന്റെ അപാരമായ നിയമത്താണ്. ഇത് നിലനിന്ന് കിട്ടണമെന്നുണ്ടോ? ഈ നിയമത്ത് അള്ളാഹു നിലനിർത്തുകയും കൂടുതൽ ലഭിക്കണമെന്നുണ്ടോ? അള്ളാഹുവിന്റെ നിയമം അതാണ്, അള്ളാഹുവിന്റെ ഉപാധി അതാണ്. കിട്ടിയ നിയമത്തിന് നിങ്ങൾ നന്ദി ചെയ്യാൻ തയ്യാറുണ്ടോ? ദീനിൽ അള്ളാഹുവിന്റെ ദീന്, മൻഹജും അഖീദയും സുന്നത്തും അതൊക്കെ ഒരാൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടോ? അത് കൃത്യമായി വീണ്ടും മനസ്സിലായി അതിൽ നിലനിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ, ഫിത്നകളിലും കുഴപ്പങ്ങളിലും അകപ്പെടാതെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ഉപാധിയുണ്ട്, ലഇൻ ശകർതും ലഅസീദന്നകും എന്ന്. നമ്മുടെ നാവ് കൊണ്ടോ, നമ്മുടെ വാക്ക് കൊണ്ടോ, നമ്മുടെ നോക്ക് കൊണ്ടോ, നമ്മുടെ ഇടപെടൽ കൊണ്ടോ ഈ കിട്ടിയ നിയമത്തിന് നന്ദികേടായി ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തണം. എന്നാൽ അള്ളാഹു അവന്റെ ദീനിന്റെ നിയമത്തുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരും, ദുന്യാവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ശുക്ർ എന്ന് പറയുന്നത് എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത നിയമത്ത് അത് മുഴുവനും അവന്റെ തൗഫീഖ് കൊണ്ടും സഹായം കൊണ്ടും മാത്രം എനിക്ക് നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിന് അള്ളാഹുവിനോട് ഹംദും സനാഉം, അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ആ കിട്ടിയ നിയമത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ അവൻ തയ്യാറാവുക. അവന്റെ ഹൃദയത്തിൽ, അവന്റെ മനസ്സിൽ ഞാൻ ഇതിന് അർഹതപ്പെട്ടവനോ, എന്റെ തറവാടിത്തം കൊണ്ടോ, എന്റെ മഹിമ കൊണ്ടോ, എന്റെ വിവരം കൊണ്ടോ, എന്റെ കണ്ടെത്തൽ കൊണ്ടോ, എന്റെ കഴിവ് കൊണ്ടോ അല്ല, അള്ളാഹുവിന്റെ ഫള് കൊണ്ട് മാത്രമാണ് എന്ന്. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് അള്ളാഹുവിന്റെ റസൂലും സഹാബികളും ഒരു ദിവസം ഫജ്ർ നിസ്കരിച്ചു അവിടെ വെച്ച്. അന്നത്തെ രാത്രിയിൽ മഴ വർഷിച്ചിരുന്നു. അങ്ങനെ പ്രവാചകൻ ഫജ്ർ നിസ്കാരത്തിന്റെ ശേഷം പറഞ്ഞു, അള്ളാഹു എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹു റസൂലുഹു ആലം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ രാത്രി വർഷിച്ച മഴ കാരണം അള്ളാഹു പറഞ്ഞു, എന്റെ അടിമകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, മുഅ്മിനീങ്ങൾ, എന്നിൽ വിശ്വസിച്ചു, നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ചു. ഈ മഴ വർഷിച്ചത് അള്ളാഹുവിന്റെ ഫള് കൊണ്ട്, ഔദാര്യം കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ച ആളുകൾ, അള്ളാഹുവിനോട് സ്തുതി പറഞ്ഞ ആളുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു, നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ചു. ചില ആളുകൾ ഈ പറയുന്ന മഴ വർഷിച്ചത് ഇന്ന ഞാറ്റുവേല കൊണ്ടോ, നക്ഷത്രം ഉദിച്ചത് കൊണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ രാത്രി വിഷു 1-ാം തീയതി ആയതുകൊണ്ടോ, ഇതുപോലത്തെ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മഴ വർഷിച്ചു എന്ന് പറഞ്ഞ വ്യക്തികളാണെങ്കിൽ, അഥവാ കിട്ടിയ നിയമത്തുകൾ, അനുഗ്രഹങ്ങൾ, കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ അവന്റെ കണ്ണുകൊണ്ടാണ്. അവൻ അത്യാവശ്യം നല്ല കച്ചവടത്തിൽ കാഴ്ചപ്പാടുള്ള ആളാണ്. അവനത് കിട്ടാൻ അവന് നല്ല സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ടാണ്. എനിക്ക് ആ പറയുന്ന വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അയാൾ ആ വണ്ടി ബ്രേക്ക് ചെയ്തത് കൊണ്ടാണ്. ഇങ്ങനത്തത് പോലും, ഇങ്ങനത്തെ വാക്കുകളിൽ കൂടെ ഒരാൾ അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവനും ഈ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനുമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകൾ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. അതിമഹത്തായതാണ് ദീനിലും ദുനിയാവിലുമുള്ളത്. അതിന് നാം നന്ദി ചെയ്യുന്ന പക്ഷം കിട്ടിയ നിഅമത്ത് നിലനിൽക്കുകയും അതിലേറെ അള്ളാഹു കൂട്ടിത്തരുകയും ചെയ്യും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിക്ക് കൊടുത്ത ഉപദേശം അത് നാം മുഖവിലക്കെടുക്കണം.
നമ്മുടെ നിസ്കാരങ്ങളുടെ അവസാനത്തിൽ പ്രത്യേകമായി അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ നാം ഇത് പറയാൻ തയ്യാറാവുകയും വേണം. അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കുകയും വേണം. അഖൂലു ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമൽ ജലീല ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. മൂന്നാമതായിക്കൊണ്ട് ഈ പറയുന്ന ഉപദേശത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വഹുസ്നി ഇബാദതിക എന്ന ഇബാദത്ത് നല്ലതായിരിക്കണം, നല്ല നിലക്ക് ഇബാദത്ത് നിർവഹിക്കാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം എന്നുള്ളത്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഈ പറയുന്ന ഓരോ ഇബാദത്തുകളും അല്ലാഹു നമുക്ക് ശറഅാക്കിയത് അടിമകളായ നമ്മെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന്. ഒരിക്കലുമില്ല. അള്ളാഹു നമ്മെ പ്രയാസപ്പെടുത്താൻ ഒരു ഇബാദത്തും ശറഅാക്കിയിട്ടില്ല, നമുക്ക് നിയമമാക്കിയിട്ടില്ല. ഒരുപാട് ഇബാദത്ത് ചെയ്ത് ശരീരത്തെ തളർത്തി തകർക്കുക എന്ന് ഒരിക്കലും അള്ളാഹുവിന്റെ ലക്ഷ്യമല്ല തന്നെ. നാം ചെയ്യുന്ന ഇബാദത്ത് നല്ലതാവണം എന്നുള്ളതാണ്. വളരെ ചുരുങ്ങി എങ്ങനെയാണ് ഒരാൾ ചെയ്യുന്ന ഇബാദത്ത് നല്ലതാവൽ? വളരെ ചുരുങ്ങി അതിന്റെ 2 ഉപാധികൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതിന് പറയുന്ന ഒന്നാമത്തെ ഷർത്ത് ഉപാധി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഇഖ്ലാസുള്ള വ്യക്തിയായിരിക്കണം ഈ വാളി എന്നുള്ളത്. ഇബാദത്ത് നിർവഹിക്കുന്ന മനുഷ്യൻ അവന്റെ അടുത്ത് ഷിർക്കിന്റെ ഒരു ലെവലേശം ഉണ്ടാവരുതേ എന്നുള്ളത്. ഒരാൾ ഷിർക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ വെള്ളിമലയല്ല, ഉഹുദ് മലയുമല്ല, ഭൂമി നിറയെ സ്വർണം അള്ളാഹുവേ നിനക്ക് സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും അള്ളാഹു ഷിർക്കുള്ള വ്യക്തിയിൽ നിന്ന് ഒരു ഇബാദത്തും സ്വീകരിക്കുകയില്ല, ഒരു കാര്യവും സ്വീകരിക്കുകയില്ല. ഭൂമി നിറയെ സ്വർണം നൽകുക എന്ന് പറഞ്ഞാൽ പോലും. അതുകൊണ്ട് എന്നിൽ ഷിർക്ക് എന്ന് പറയുന്ന ആ പാപം ഒരിക്കലും ഇല്ല എന്ന് നാം ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കണം. നാം ആ കാര്യം അത് പഠിക്കാൻ തൗഹീദ് എന്താണെന്ന് പഠിക്കണം, ഷിർക്ക് എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. തൗഹീദ് നിർവഹിക്കാൻ വേണ്ടി, ഷിർക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇത് പഠിച്ച് മനസ്സിലാക്കണം. ഒരിക്കലും നാം ഷിർക്കിൽ അകപ്പെട്ടിട്ടില്ല എന്ന്. അതാണ് അതിന്റെ ഒന്നാമത്തെ ഉപാധി, ഇബാദത്ത് നല്ലതാവാൻ. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മാതൃകയുണ്ടായിരിക്കണം, തെളിവുണ്ടായിരിക്കണം. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ തെളിവില്ലാതെ, കൽപ്പനയില്ലാതെ, അധ്യാപനങ്ങളില്ലാതെ ഏതൊരു കാര്യം ഇബാദത്തായിട്ട് ആര് നിർവഹിച്ചാലും, ഏത് രൂപത്തിലുള്ളതാണെങ്കിലും, ആര് പറഞ്ഞതാണെങ്കിലും, ഫഹുവ മർദൂദുൻ അലാ സാഹിബി, ആ വ്യക്തിയിലേക്ക് തള്ളപ്പെടുന്നതാണ്. ആ കാര്യം ചടങ്ങ് ചെയ്തതിന്റെ പേരിൽ അവൻ അള്ളാഹുവിന് അകന്നു പോകുന്നതാണ്. അള്ളാഹുവിന്റെ വെറുപ്പിനും കോപത്തിനും ആ വ്യക്തി കാരണക്കാരനാകുന്നതാണ്. ബിദ്അത്ത്, അനാചാരം എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ. അപ്പൊ ചുരുക്കത്തില് തൗഹീദോടുകൂടെ, ഇഖ്ലാസോടുകൂടെ, നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയായി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നാം ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും. അതോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള വ്യക്തമായ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുകയും വേണം. ഇങ്ങനെ ഒരാൾ ചെയ്യുന്ന ഇബാദത്ത് ഇൻഷാ അല്ലാഹ് അത് നല്ലതായിരിക്കും. വഹുസ്നി ഇബാദത്തിക്, ഇബാദത്ത് നന്നാക്കുക എന്ന് പറയുന്ന ആ മഹത്തായ ഉത്തരവാദിത്തം, ബാധ്യത നിർവഹിച്ച് അവന് മുന്നേയും അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയും. ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനും ഇതുപോലത്തെ നല്ല ദുആകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم عليك بالكفرة الظالمين المجرمين المتكبرين المفسدين في الأرض الظلمة المفسدين المتكبرين. اللهم عليك بهم فإنهم لا يعجزونك. حسبنا الله ونعم الوكيل. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.